ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ബിനുവാട്ടൻ്റെ കസിൻ്റെ വളകാപ്പാണ്. അപ്പോൾ അവിടത്തേക്ക് പോവാണ്. അപ്പോൾ വീഡിയോസൊക്കെ അവിടെ നിന്ന് കാണാം. ഓക്കേ. നമ്മൾ ഏടെ പരിപാടി അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ഫസ്റ്റ് നമ്മളൊരു സെൽഫി എല്ലാം എടുക്കുമല്ലോ. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ എന്തായാലും ഒരു സെൽഫി, ഒരു ഫോട്ടോ, അങ്ങനെ കുറച്ച് സമയം ഫോട്ടോനും സെൽഫിയൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്ത് അമ്മായി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അമ്മാവൻ്റെ വീട്ടിലെത്തി. ഇത് ബിനുവാട്ടൻ്റെ ഒരു അമ്മാവൻ്റെ ഭാര്യയാണ്, അമ്മായി റീനമ്മായി. അപ്പോൾ ഞാനും അമ്മായിയും കൂടി കുറേ ഫോട്ടോസ് എല്ലാം എടുത്ത്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് 15 വർഷമായി. എൻ്റെ ഒറ്റ ചങ്കാണ് അമ്മായി. ഇത്രയും ആൾക്കാരാണ് നമ്മൾ ഇന്ന് പോയത്, അബീൻ്റെ വീട്ടിലേക്ക് പോയത്. 3 അമ്മായിമാർ, അമ്മ, അനിയന്മാർ, 3 അനിയന്മാർ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് നമ്മൾ പോയത്. അതിന് ശേഷം അടുത്തത് അങ്ങോട്ടാ പോന്നേ? നമ്മള് അബീൻ്റെ അടുത്തല്ലേ? അബീൻ്റെ അടുത്തല്ലേ അമ്മായി പോന്ന്? അപ്പൊ നമ്മള് പോയിച്ചു വരാം. അബീൻ്റെ അടുത്ത് എത്തിയിട്ട് അടുത്തത് കാണിക്കാം കേട്ടാ. അങ്ങനെ നമ്മൾ അബീൻ്റെയും അപ്പൂൻ്റെയും വീട്ടിലേക്ക് പോകുകയാണ്. 2 വണ്ടിയിലായിട്ടാണ് നമ്മൾ പോയത്. നമ്മളെ വണ്ടിയിൽ നമ്മളും പിന്നെ സജേഷ് വിനോദിൻ്റെ അനിയനാണ്, അനിയൻ്റെ വണ്ടിയിൽ ബാക്കി എല്ലാവരും. നമ്മളങ്ങനെ അബീൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അബീൻ്റെ വീട് വരുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു അരമണിക്കൂർ ദൂരമേ ഉള്ളൂ അപ്പൂൻ്റെ വീട്ടിലേക്ക്. അവരെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു അമ്പലമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അമ്പലമൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഇതാ അബീൻ്റെ വീടെത്തിയിരിക്കുന്നു. അബി അപ്പം അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അബി ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് അപ്പോൾ അവിടെ അപ്പം പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പു പിന്നെ നാട്ടിലില്ല, അപ്പു മിലിറ്ററിയിലാണ്. അവന് ലീവ് കിട്ടിയില്ല. അവൻ കഴിഞ്ഞ വീക്ക് വന്നിട്ട് പോയി. ഇനിയിപ്പോൾ ഡെലിവറി ടൈം അടുക്കുമ്പോഴേ അപ്പു വരും. അപ്പോൾ അപ്പു ഇല്ല, വളകാപ്പിന് അപ്പു ഇല്ല. ഫുള്ള് സെറ്റപ്പായിരുന്നു കേട്ടോ. ഈ വീടെടുത്തതും എൻ്റെ കെട്ടിയോൻ തന്നെയാണ്. അപ്പോൾ വളകാപ്പിൻ്റെ എല്ലാം നമ്മളെ ശരിയായി വരുന്നേ ഉള്ളൂ. നമ്മൾ കുറച്ച് കുട്ടിയപ്പം പറഞ്ഞിട്ട് കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ടുപോയായിരുന്നു. പിന്നെ ഇതൊക്കെ അബിയുടെയും അപ്പുവിൻ്റെയും ഫോട്ടോസൊക്കെയാണ്. അവരെ മെമ്മറബിൾ ഓരോ ഫോട്ടോസിനും ഓരോ വാല്യൂ കൊടുത്തിട്ടാണ് അവർ വെച്ചിരിക്കുന്നത് ഷെൽഫിൽ. എനിക്കിഷ്ടപ്പെട്ടു. നല്ല നല്ല ഫോട്ടോസ്. ഇത് നമ്മൾ അന്നത്തെ ഹൽദീൻ്റെ ഫോട്ടോ ആണ്. നല്ല സൂപ്പർ ഫോട്ടോസായിരുന്നു. അതിനുശേഷം വളകാപ്പിൻ്റെ ചടങ്ങ് തുടങ്ങിയില്ല. അപ്പം നമ്മൾ ചായ കുടിക്കാൻ പോയി. അതിൻ്റെ ഇടയിൽ ഞാനും എൻ്റെ കെട്ടിയോനും കൂടി കുറച്ച് സമയം ഫോട്ടോസ് എടുത്ത് കളിച്ചു. നല്ല സ്വീറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു, ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഒഴിച്ചിട്ട് പറഞ്ഞു വളകാപ്പ് തുടങ്ങിയെന്ന്. അപ്പോൾ അപ്പുവിൻ്റെ അമ്മയാണ്. അമ്മ വിളക്ക് തിരികൾ കൊളുത്തിയിട്ട് വീഡിയോസൊക്കെ എടുക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സെല്ലാം ഉണ്ട്. അവരുടെ ഇടയിൽ സൈഡിൽ പോലും പോയി നിൽക്കാൻ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് ഞാൻ ഈ സൈഡിൽ നിന്ന് ഇവരത് എടുത്തത്. അൻബീൻ്റെ നാത്തൂനാണ്, ഇന്ദുലേഖ എന്ന പേര്, നമ്മൾ ഇന്ദു എന്ന് വിളിക്കും. അപ്പോൾ ഇന്ദുവിൻ്റെ ആ ഒരു സൈഡ് പൊസിഷൻ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇത് അമ്മായിയാണ്, അബീൻ്റെ അമ്മയാണ് എൻ്റെ അമ്മായി. അപ്പോൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുപ്പിവളയല്ലേ, കുപ്പിവള ഇടുമ്പോൾ ഒരു പൊട്ടുമോ എന്നുള്ളൊരു പേടിയായിരുന്നു എല്ലാവർക്കും. ഒരു കുപ്പിവളയല്ലേ, ഗർഭിണിയോ അല്ലേ. അപ്പം അബി പറയാണ് നമ്മൾ ഈ മഞ്ഞൾ മുഖത്ത് തേക്കുമ്പോൾ കുറച്ചെടുത്ത് തേക്കണേന്നൊക്കെ പറയാണ്. ഇത് അബീൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ നമ്മൾ പറയാൻ എന്താ, എല്ലാവരും വളകാപ്പ് കഴിഞ്ഞ് അവിടെ നിന്ന് 1:30 നമുക്ക് ഇറങ്ങണമെന്നും പറഞ്ഞപ്പോൾ എല്ലാവരും സ്പീഡായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് അമ്മയാണ്, അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫാമിലിയിൽ തന്നെ, വിനുവാട്ടൻ്റെ ഫാമിലിയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഫങ്ഷൻ എന്ന് വെച്ചാൽ ഗർഭിണിയുടെ വളകാപ്പ് ഫങ്ഷൻ. ബാക്കി എല്ലാ ചടങ്ങുകളും ഉണ്ടാകാറുണ്ട്, പക്ഷെ അബിയിലൂടെയാണ് ഈ ചടങ്ങ് നമ്മളെ ഫാമിലിയിൽ എല്ലാവരും ചെയ്തത്. അപ്പോൾ അതൊരു നല്ല ഇതായിട്ട് തോന്നി എനിക്ക്. പൊതുവേ ഈ വളകാപ്പ് ഞാനൊക്കെ റീൽസ് കണ്ടിട്ടേ ഉള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. ഇന്ന് കാണാൻ പറ്റി. ഇത് ആണ് ഞാൻ പറഞ്ഞ റീനമ്മായി. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ, നേരത്തെ പറഞ്ഞില്ലേ 15 വർഷത്തോളമായിട്ട് ഞാൻ വന്നപ്പോൾ മുതലുള്ള അമ്മായി. പിന്നെ ഇത് വേറൊരു അമ്മായിയാണ്, ഉഷിയമ്മായി എന്നാണ് അമ്മായിയുടെ പേര്. അമ്മായിൻ്റെ വീടും നമ്മളെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ്. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാമെന്നറിയില്ല, ഇത് വിനുവാട്ടൻ്റെ അനിയൻ്റെ ഭാര്യയാണ്. അതായത് ഇളയമ്മേൻ്റെ മോൻ്റെ ഭാര്യ, അമ്മയുടെ സഹോദരീൻ്റെ മോൻ്റെ ഭാര്യ, കവിത എന്നാണ് പേര്. അവളുടെ നാട് ഇവിടെയല്ല, ആന്ധ്രയാണ്. അവളിവിടെ വന്നപ്പോൾ മലയാളമെല്ലാം പഠിച്ചോട്ടോ. ഈ കുഞ്ഞൂസ് നമ്മൾ അമ്മൂസാണ്. അമ്മൂസുണ്ട്,
പിന്നെ ഇത് അമ്മാമെ മോക്ക് വളയിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ പൊട്ടുവോ മോളെ എന്നെല്ലാം ചോദിച്ചിട്ട് അമ്മാമനെ ഇടുന്നത് പേടിച്ചുകൊണ്ട്, കുപ്പി വളയല്ലേ. അപ്പോൾ ഒരു സ്വീറ്റ്സ് കൊടുക്കാൻ പറഞ്ഞ് അബീനോട് ചോദിച്ചു എന്താ സ്വീറ്റ്സ് വേണ്ടത്, ലഡുവാണെന്ന് പറഞ്ഞ് അങ്ങനെ ലഡു കൊടുത്തു. ബാക്കി എന്നാൽ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മാമ്മ ബാക്കി ലഡു എടുത്ത് കഴിച്ചു. അമ്മാമ്മൻ്റെ 2 മക്കളാണ്, അബിയും ഇത്തു എന്നാണ് നമ്മൾ വിളിക്കുക. അവൻ ഗൾഫിലാണ് ഉള്ളത്, അപ്പോൾ അവന് ഈ ഫംഗ്ഷനിൽ വരാൻ പറ്റിയില്ല. അവൻ ഗൾഫിൽ പോയിട്ട് ഇപ്പോൾ 2 മാസമേ ആയുള്ളൂ. അപ്പോൾ അമ്മയും അച്ഛനും മോളെയും തമ്മിലുള്ള കുറച്ച് ഫോട്ടോ ഷൂട്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വിനുവാട്ടൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിടെ പോയിട്ട് പണി കൊടുക്കും. അങ്ങനത്തെ ഒരു മഹത് വ്യക്തിയാണ് എൻ്റെ വിനുവാട്ടൻ. അതിനുശേഷം നമുക്കുണ്ടായത് ബോയ് ഓർ ഗേൾസ് എന്ന് വെച്ചൊരു പിന്നെ വോട്ട് ചെയ്യലാണ്. ബോയ് ആണെങ്കിൽ ബോയ്ക്ക് ഒരു സ്റ്റിക്കറുണ്ട്, ഗ്രീനും ഉണ്ട്, പിങ്കും ആണ്, അല്ല ബ്ലൂവും പിങ്കും ആണ്. ബോയ് ആണെങ്കിൽ ബ്ലൂ ഒട്ടിക്കുക, ഗേൾ ആണെങ്കിൽ പിങ്ക് ഒട്ടിക്കുക. അങ്ങനെയായിരുന്നു. പിന്നെ നമ്മളും എനിക്ക് പേടിച്ചുകൊണ്ടാണ് ഇട്ടുന്നത് കുപ്പിവള, അയ്യോ പൊട്ടുമോ എന്നുള്ള. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ബിരിയാണി ആയിരുന്നു കേട്ടോ. ആ ബിരിയാണീൻ്റെ ഫോട്ടോസൊന്നും എടുക്കാൻ വിട്ടുപോയി, വീഡിയോസ് ഒന്നും എടുത്തില്ല. ഭക്ഷണം കഴിക്കാനിരുന്നു. നല്ല ചൂടായിരുന്നു, മഴയാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും മഴ അങ്ങനെ പെയ്തിട്ടില്ല, ഇന്ന് ഒട്ടും മഴയില്ല. അപ്പോൾ നല്ല ചൂടായിരുന്നു, ബിരിയാണിയല്ലേ കഴിക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ അബീനെയും കൊണ്ട് നമ്മൾ പോവാണ്. അങ്ങനെ അവരെ വീട്ടിൽ നിന്നും ആൾ വരുന്നെന്ന് പറഞ്ഞാണ്. അപ്പോൾ അബീനെയും കൊണ്ട് നമ്മൾ വണ്ടി കയറി അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ്. 2 മണിക്കുള്ളിൽ വീട്ടിൽ കയറണമെന്നൊരു ചടങ്ങുണ്ട്. അങ്ങനെ വണ്ടിയിൽ കയറി പോകുന്നു. അവിടെ നിന്ന് ഒരു അരമണിക്കൂർ ദൂരമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. പിന്നെ വഴികാട്ടിയായി വിനുവാട്ടനുണ്ട്. അങ്ങനെ സ്റ്റെപ്പ് കയറി അമ്മായി അബിയുടെ കയ്യും പിടിച്ച് കയറ്റി അങ്ങനെ വീടെത്തി അവിടുത്തെ ചടങ്ങെല്ലാം കഴിഞ്ഞു. ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അടുത്ത വ്ലോഗുമായി വരുന്നത് വരെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു ശ്രുതി.